നമ്മുടെ MSM സൈബർ ടെക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ആധാർ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. അതായത് ഏതൊരാൾക്കും നിങ്ങളുടെ ആധാർ കാർഡ് എന്ത് ആവശ്യത്തിന് സോഫ്റ്റ് കോപ്പി എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ തന്നെ ഈ ആധാർ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ലിങ്ക് മീൻസ് UIDAയുടെ ഒരു ലിങ്ക് മീൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് ആധാർ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈ ലിങ്കിൽ നിങ്ങൾ ആദ്യം ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ മീൻസ് വരുന്നത് ഇവരുടെ ആധാർ സൈറ്റിൻ്റെ ഒരു വിൻഡോയിലേക്കാണ്. ആധാർ സൈറ്റിൻ്റെ വിൻഡോയിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. നിങ്ങൾക്ക് മൈ ആധാറിൽ നമ്മൾ നേരെ എത്തുമ്പോൾ ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് ഉണ്ട്. ആധാർ കാർഡ് എന്തെങ്കിലും ആവശ്യങ്ങൾക്കുള്ള ബുക്ക്, അതുപോലെ തന്നെ ചെക്ക് സ്റ്റാറ്റസ്, നമ്മുടെ ട്രാക്കിംഗ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആധാറിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ ഇതിൽ ചെക്ക് സ്റ്റാറ്റസിൽ കാണാം. പിന്നെ അടുത്തുള്ള ഓപ്ഷനാണ് ഡൗൺലോഡ് ആധാർ എന്നുള്ളത്. ഈ ഡൗൺലോഡ് ആധാർ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഡൗൺലോഡ് ആധാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആവുക. ഈ വിൻഡോയിൽ നിങ്ങൾ ആധാർ നമ്പർ ഉണ്ട്, ഇവിടെ എൻറോൾമെൻറ്റ് ID നമ്പർ ഉണ്ട്, വെർച്വൽ ID നമ്പർ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ SID ID നമ്പർ ഉണ്ട്, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. അതിൽ ആധാർ നമ്പർ തന്നെ ചൂസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ എൻ്റെ ആധാർ നമ്പറിൻ്റെ അവിടെ നിങ്ങളുടെ ആധാർ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തിട്ട് പക്ഷേ ഈ ബോക്സിലുള്ള മീൻസ് വേർഡ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ടൈപ്പ് ചെയ്യുക. അത് ക്യാപ്ഷയാണ്. ഓക്കെ, ഇതിൽ സെൻഡ് OTP നൽകുക. സെൻഡ് OTP നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ സെൻഡ് OTP നൽകുക. സെൻഡ് OTP നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ മൊബൈൽ നമ്പറിലേക്ക്, അതായത് ആധാർ എടുക്കുമ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീൻസ് നിങ്ങളുടെ ആധാർ സക്സസ്ഫുൾ ആയിട്ട് ഡൗൺലോഡ് ആണെന്നുള്ള ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആവും. ഈ വിൻഡോയിൽ നിങ്ങൾ ഗോ ടു നിങ്ങളുടെ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫയൽ കിടക്കും. ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫയൽ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ആ പാസ്വേഡ് നിങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ 4 അക്ഷരം. അപ്പോൾ പ്രദീപ് എന്നാണ് പേരെങ്കിൽ ആദ്യത്തെ 4 അക്ഷരം, അതായത് ക്യാപ്സിൽ തന്നെ വേണം. പ്ലസ് മീൻസ് പിന്നെ നിങ്ങൾ പാസ്വേഡായിട്ട് വരുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇപ്പോൾ 1999 ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ പാസ്വേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളൊക്കെ ഇവിടെ നൽകിയിട്ട് അപ്പോൾ നിങ്ങളുടെ പേരെന്താണോ ആ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം, ആദ്യത്തെ 4 അക്ഷരവും പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫയൽ നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നതായിരിക്കും. ഓക്കെ, ഇതുപോലുള്ള ഡിജിറ്റലായിട്ടുള്ള സർവീസസുകൾ, അതായത് പാൻ കാർഡ്, ആധാർ കാർഡ്, അതുപോലെ തന്നെ ഗവൺമെൻറ് സർവീസസ്, ഇതുപോലുള്ള എല്ലാ ട്യൂട്ടോറിയൽസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ.